അരിപ്പൊടിയോ അല്ലെങ്കിൽ അരി കുതിർക്കാനോ മാവ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 3 കപ്പും അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വറുത്ത തേങ്ങയാണ്, നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഉരുക്കി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാവ് കുഴച്ച് ഇങ്ങനെ കലക്കിയെടുക്കുന്ന ടൈമിൽ നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് 5 അച്ച് ശർക്കര. അത്യാവശ്യം വലിയ ശർക്കര ആയിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കാതെ പാകത്തിന് ഇതാക്കിയെടുക്കുക. നല്ല തിക്കായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് അരിപ്പൊടി പോലെ നമുക്ക് കോരി ഒഴിക്കുമ്പോൾ ആ ഒരു തിക്നെസ്സിൽ കിട്ടൂല. അപ്പോൾ മുറിഞ്ഞു പോവും നമ്മൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് കട്ടിയല്ലാണ്ട് എന്നാൽ നല്ല ലൂസും അല്ലാണ്ട് കുറച്ചൊരു കട്ടിയിലാണ് ഇതിവിടെ കലക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 3/4 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മാവ് ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യും. 3/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബാക്കി ഒരിത്തിരി വെള്ളമേ ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയുടെ കട്ടകളല്ല കേട്ടോ, അതൊന്നും നമ്മൾ തേങ്ങ വറുത്തിട്ടില്ല, അതാണ് ആ തരിതരിയായിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ പിന്നെ തീ വിറകൊന്ന് പിരിച്ചിടുക കേട്ടോ. അപ്പോൾ ഗ്യാസ് മേൽ വെക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിവിടെ വിറകടുപ്പിലാണ് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലും ആണിത്. പിന്നെ 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അടിയൊന്നും ഒട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്യാണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റുന്നതാണ്. തേങ്ങയൊക്കെ നെയ്യിൽ വറുത്തിട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പത്തിന്. ഇന്ന് മെഹ്റാജ് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ ഞാൻ പുറത്ത് തീ കത്തിച്ചിട്ട്. ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എണ്ണ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. പിന്നെ രണ്ടാമത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് ഇത്തിരി തീ കൂടിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും തീയൊന്ന് പിരിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കഴിക്കുന്ന സമയത്ത് ആ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോഴും നല്ലതാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സും അതുപോലെ തന്നെ നല്ലൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.